സ്പാർട്ട ഗേൾസ് റീയുണൈറ്റഡ്. സത്യത്തില് ഇതൊരു വലിയ ചതിയാണ്. പക്ഷെ ഈ ചതിയും അറിയാവുന്നത് ശൈത്യക്ക് മാത്രമാണ്. അനുമോളും ആദിലയും നൂറയും ഒരുപോലെ, ഞാൻ എടുത്തു പറയുകയാണ്, ആദിലയ്ക്കും നൂറയ്ക്കും ഇതിനകത്ത് ഈ വലിയ ചതിയുടെ കഥ ഇതുവരെയും അറിയത്തില്ല. പുറത്തു പോയതിനു ശേഷം അവരത് എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും ശൈത്യക്ക് ശൈത്യയുടെ ഭാഗം ന്യായീകരിച്ചേ പറ്റൂ. കാരണം ശൈത്യക്ക് പുറത്തുനിന്ന് കിട്ടിയ സൈബർ ബുള്ളിയിങ് ഇവിടെ ഒന്ന് മാറ്റിയില്ലെങ്കിൽ അനുമോളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് അനുമോളെ കൊണ്ട് പറയിപ്പിക്കണം. അല്ലെങ്കിൽ അനുമോള് നമ്മൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ അത് മാറ്റി, പുറത്ത് എനിക്ക് ഭയങ്കര അറ്റാക്ക് ആണ് എന്ന് പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശൈത്യയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ ആ ഒരു വലിയൊരു കോംപ്രമൈസിങ്, ആ ഒരു ചർച്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സീരിയൽ കാണുന്ന ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അങ്ങനെ ഈ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ കാണിച്ച് നമ്മൾ പ്രൊമോയിൽ കണ്ട ആ സംഭവം കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റും. അത് കണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇവർ 4 പേരും ഹഗ് ചെയ്ത്, ടൈറ്റ്ലി ഹഗ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അവരുടെ സ്ഥിരം ആ ഒരു എന്താ പറയാ പുൽത്തകിടയിൽ ഇങ്ങനെ 4 പേര് ഇരിക്കുകയാണ്. ആദിലയും നൂറയും സൈലന്റ് ആയിട്ടാണ് കിടന്നു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വീണ്ടും സമയമുണ്ട്. പക്ഷെ ശൈത്യയും അനുമോളും തമ്മിലുള്ള പ്രശ്നം എന്തായാലും പറഞ്ഞു തീർക്കണം. ഒറ്റ വാക്ക് കട്ടപ്പ, അതിന് ആ ഒരു ന്യായീകരണം കിട്ടിയേ പറ്റും. അനുമോൾ അന്നേരം പറയുന്നുണ്ട്, കട്ടപ്പയ്ക്ക് പിന്നിലെ യഥാർത്ഥ കഥ എന്തൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ ആര്യന്റെ വിഷയം അത് ഏറ്റവും കൂടുതൽ അനുമോൾക്ക് അത് മാത്രമേ അറിയൂ. അതായത് അനുമോൾ പുറത്തെ ക്ലിപ്പ് കണ്ടിട്ടില്ല. ആ ആര്യന്റെ കാര്യത്തിൽ ശൈത്യയും അനുമോളും ഒന്നിച്ചു നിന്ന് തമാശ കളിച്ചത്, ആര്യനോട് ക്രഷ് ഉണ്ടെന്ന് അനുമോളെ കുറിച്ച് സത്യത്തിൽ അതോടെ പറഞ്ഞ് അത്രയും സീനാക്കിയത് ശൈത്യയും ബിന്നിയും കൂടിയാണ്. അങ്ങനെ അത്രയും ഇല്ലോജിക്കലായിട്ട് അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടാക്കിയെടുത്ത് ഈ പറയുന്ന ആര്യനോട് അനുമോൾക്ക് എന്തോ ഉണ്ട്, ക്രഷാണ് എന്ന് വരുത്തി തീർത്തത് ഇവർ രണ്ടുപേരുമാണ്. അപ്പൊ അതാണ് സത്യം പറഞ്ഞാൽ ഈ അനുമോളുടെ മനസ്സിൽ കിടക്കുന്ന കട്ടപ്പ, അല്ലെങ്കിൽ ഈ പറയുന്ന ശൈത്യയോടുള്ള ദേഷ്യം. അതെങ്ങനെ വന്നു എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അനുമോൾ അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കാരണം അനുമോൾക്ക് പുറത്തെ കാര്യം അറിയാത്തത് കൊണ്ട് അകത്തെ കാര്യം പറയാൻ എളുപ്പമാണ്. അപ്പൊ പറയുന്നുണ്ട്, ജിഷൻ വന്നപ്പോൾ ഇത് പറഞ്ഞു, പിന്നെ ലാലേട്ടന്റെ അടുത്ത് ആ ആര്യന്റെ കാര്യം വന്നപ്പോൾ ഈ പറയുന്ന ശൈത്യ അത് സീരിയസ് ആയിട്ട് പറഞ്ഞ ടോണാണ് അത് അനുമോൾക്ക് അത്ര കണ്ട് സുഖിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ആ ആര്യന്റെ കാര്യത്തിനകത്ത് അത് ശൈത്യ പറഞ്ഞ ടോണ്, പിന്നെ മൊണ്ണ എന്ന് പറഞ്ഞ കാര്യത്തില് ശരിക്കും ശൈത്യ മാത്രമല്ല അനുമോളും ശൈത്യയും സംസാരിച്ച ആ കോൺവെർസേഷൻ, ആ ഒരു പ്രീവിയസ് കോൺവെർസേഷൻ എല്ലാം ഒന്നും അനുമോൾക്ക് ഓർമ്മയില്ല. പക്ഷെ അനുമോൾ പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ജിസേലിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശൈത്യ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശൈത്യ പറയുന്നുണ്ട്, നീ അറിയാതെ ഞാൻ ജിസേലിനോട് പോയി പറഞ്ഞായിരുന്നു, ആ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് പറഞ്ഞില്ല, പക്ഷെ പിന്നെ പോയി ഞാൻ പറഞ്ഞായിരുന്നു, ജിസേലിനോട് പറഞ്ഞായിരുന്നു, ഞാനും ജിസേലിനെ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷെ അത് അന്ന് അനുമോളെ ചേർത്താണ് ശൈത്യ അതവിടെ വിളമ്പിയത്. അതായത് അനുമോളുടെ കൂടെ നിന്നിട്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു എന്ന രീതിയിലാണ് ശൈത്യ അന്ന് അത് പറഞ്ഞത്. പക്ഷെ അന്നൊരു കാര്യമുണ്ട്, അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അനുമോളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാല് അനുമോള് ഓൾവേസ് ഈ പറയുന്ന ജിസേലിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത്. അതായത് അനുമോള് ജിസേൽ എന്ത് ചെയ്യുന്നു, ജിസേൽ ആര്യന്റെ കൂടെ പോകുന്നോ, ആ ജിസേലും ആര്യനും തമ്മിലുള്ള ഒരു കോംബോ ഒട്ടും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ആയിട്ട് നടക്കുന്ന സമയത്ത് അനുമോൾ അത് എന്തിനായിരുന്നു അങ്ങനെ ചെയ്യുന്നത്, എല്ലാം ജിസേൽ എന്ന് പറഞ്ഞ അനുമോള് നിന്നതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ നമ്മൾ അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ശൈത്യയുടെ കേസിൽ ജിസേലിനെ കുറ്റം പറഞ്ഞ് ശൈത്യ ഉണ്ടായിരുന്നു, ബിൻസി ഉണ്ടായിരുന്നു, ആദിലയും നൂറയും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ബിന്നി ഉൾപ്പെടെ പിന്നീട് ജിസേലിന് മാത്രം എന്താണ് ഇവിടെ ഒരു പ്രയോറിറ്റി, അവസാനം റെന വരെ ജിസേലിന് മാത്രം എന്താണ് അടുക്കളയിൽ ഇത്ര കാര്യം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നീട് വരികയാണ്. ആദ്യമേ നോട്ട് ചെയ്തത് അനുമോളാണ് സത്യമായിട്ടും. കാരണം വെച്ചാൽ ജിസേലിന് മാത്രം ഒരു പ്രയോറിറ്റി കൊടുത്തു. ആ ഒരു കാര്യം അനുമോൾ ആദ്യമേ നോട്ടീസ് ചെയ്തു. അനുമോൾ അത് ഭയങ്കരമായിട്ടും ഇങ്ങനെ കുത്തി പറയാൻ തുടങ്ങി, പബ്ലിക്കായിട്ട് പറയാൻ തുടങ്ങി, മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അടുക്കളയിൽ ജിസേൽ കയറിയതാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ. പിന്നെ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആർക്കും ഒന്നും ഇല്ല, എല്ലാം ജിസേൽ എല്ലാം ഈ പറയുന്ന റൂള് ബ്രേക്ക് ചെയ്തു, ഈ ഒരു സീസൺ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് വരെ പറയുന്ന ലെവലിലേക്ക് ബിഗ് ബോസിനെ കൊണ്ട് ഷൗട്ട് ചെയ്യിപ്പിച്ചു. അപ്പോഴാണ് ഈ പറഞ്ഞ ജിസേലിന്റെ പിന്നാലെ ട്രിഗർ ചെയ്ത് അനുമോൾ പോകാൻ തുടങ്ങിയത്, ഒരു CID അനുമോളായി മാറിയതൊക്കെ. അതൊക്കെ നമുക്ക് ഓർമ്മയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ശൈത്യ പറയുന്നതെന്ന് വെച്ചാൽ ജിസേലിനോട് ഞാൻ പിന്നെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഞാൻ പോയി ജിസേലിനോട് കുറ്റം പറഞ്ഞ കാര്യം സമ്മതിച്ചിട്ടുണ്ട്, അത് നീ അറിഞ്ഞിട്ടില്ല എന്ന് അനുമോളോട് ശൈത്യ പറയുന്നുണ്ട്. പക്ഷേ അപ്പം ശൈത്യയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വിശ്വസിച്ച് വെച്ചിട്ട് അനുമോള് പറയുന്നുണ്ട്, അതൊന്നും അല്ല,
ആര്യന്റെ കാര്യത്തിൽ നീ അങ്ങനെ പറഞ്ഞ് ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് നീ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ നന്നായിട്ട് കളിയാക്കി. ഓൾറെഡി പുറത്ത് ഞാൻ ഈ ഒരു സെയിം സിറ്റുവേഷനിൽ അങ്ങേയറ്റം സൈബർ ബുള്ളിങ് അനുഭവിച്ചതാണ്. അതിൽ നിന്ന് പോലും ഞാൻ റിക്കവർ ആയിട്ടില്ല. അപ്പോഴാണ് നീ ഇതും പറഞ്ഞ് എന്നെ ഞാൻ അത്രയ്ക്കും അവിടെ നെഗറ്റീവായി എന്ന്. അതാണ് സത്യത്തിൽ, അത് ഓൾറെഡി പറയുന്നുണ്ട്. മസ്താനി വന്നപ്പോഴും പറഞ്ഞു ആര്യന്റെ കേസിൽ അങ്ങനെ ഒരു ക്രഷ് ഉള്ളതായിട്ടും തമാശ കളിച്ചതായിട്ടും അത് ക്രഷ് ഉണ്ട് എന്നുള്ളതല്ല, പകരം ഒന്ന് ചുമ്മാ അഭിനയിച്ച് കളിച്ചതാണത്. ആ കാര്യം ഫണ്ണായിട്ട് തന്നെ ശൈത്യയും എൻജോയ് ചെയ്തിട്ട് പിന്നെ ബിന്നിക്കൊപ്പം നിന്ന്, ആര്യനൊപ്പം നിന്ന്, അക്ബറിനൊപ്പം നിന്ന് ഇമ്മാതിരി വൃത്തികേട് പറഞ്ഞുണ്ടാക്കി എന്നുള്ളതായിരുന്നു ശൈത്യക്ക് നേരെ കട്ടപ്പ എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എന്ന് അവസാനം അനുമോള് സമ്മതിച്ച് തുറന്നു പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും ശൈത്യ ഇമോഷണൽ ആകുന്നുണ്ട്. നീ ആ ഒരൊറ്റ കാര്യത്തിന് അങ്ങനെ ചെയ്തതിന് എന്നെ അവിടെ പുറത്ത് പാമ്പ് വിഷം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും എന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം അനുമോള് പറയുന്നുണ്ട്, ഈ കട്ടപ്പ എന്ന് പറഞ്ഞ വാക്കിനാണോ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിനക്കറിയത്തില്ലേ കട്ടപ്പ, അതിന് നീ എന്തിനാ? അപ്പോഴത്തേക്ക് ആദിൽ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, മോളെ നിനക്കറിയത്തില്ല ഈ സൈബർ ബുള്ളിങ് അത്ര ഈസി ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ ആദില പറയുകയാണ്. അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേക്ക് അനുമോള് വീണ്ടും നിനക്ക് പേരൻസ് ഒക്കെ ഇല്ലേ സപ്പോർട്ട് ചെയ്യാൻ, നീ സമാധാനപ്പെടുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതവിടെ നൈസായിട്ട് അവിടെ അങ്ങ് സൈലന്റ് ആക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കാര്യം കൂടി അനുമോൾ അവിടെ പറയുന്നുണ്ട്. അതായത് എപ്പോ തൊട്ടാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കംപ്ലീറ്റ്ലി മാറിപ്പോയത്? അത് സത്യം പറഞ്ഞാല് ഈ വൈൽഡ് കാർഡ് വരുന്ന ആ ദിവസമായിരുന്നില്ല. വൈൽഡ് കാർഡ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ രാത്രികളിൽ ശൈത്യ ഉറങ്ങാൻ വേണ്ടി മാത്രം ആ ബെഡിൽ വന്ന് കിടക്കും. അത് നമ്മൾ കണ്ടതാണ്. കറക്റ്റായിട്ട് ഉറങ്ങാൻ വന്ന് കിടക്കുന്നു, അനുമോൾക്ക് ഒരു ഫേസ് കൊടുക്കുന്നില്ല, അനുമോളെ നെഗ്ലക്ട് ചെയ്യുന്നു, എന്നിട്ട് വന്ന് കിടക്കുന്ന ഉടനെ അങ്ങ് ഉറങ്ങിപ്പോകുന്നു. അപ്പോഴത്തേക്കും അനുമോൾക്ക് ഷെയർ ചെയ്യാൻ ഒരാളില്ല. ആ സമയത്ത് അനുമോൾ ഫേസ് ചെയ്ത അനുമോൾ എന്നിട്ട് എല്ലാവരുടെയും മുന്നിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് അനുമോൾക്ക് കൂട്ടുകൂടാൻ ആരുമില്ല. സത്യത്തിൽ ആ രാത്രികളിൽ അനുമോൾ ഒറ്റപ്പെട്ടതും ശൈത്യ അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്ത് ഒറ്റയ്ക്കാക്കിയതും, പിന്നീട് അവസാനം അനുമോൾ വന്നിങ്ങനെ കിടക്കുന്ന സമയത്ത് ശൈത്യ ഞാൻ ഇവിടെ കിടക്കണോ വേണ്ടയോ അങ്ങനെ ശൈത്യ ബിന്നിയുടെ ബെഡിൽ പോകുന്നതും ആ രാത്രികളിലൊക്കെയാണ് ഓൾറെഡി അവിടെ കട്ടപ്പ പുറത്ത് ഓൺലൈനിൽ വന്നു കഴിഞ്ഞത്. ഓൺലൈനിൽ ശൈത്യയ്ക്ക് കട്ടപ്പ എന്നുള്ള പേര് വന്നതിന് ശേഷമാണ് ഈ വൈൽഡ് കാർഡ് എൻട്രീസ് അങ്ങോട്ട് പോയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കട്ടപ്പ പേര് എടുത്തു കൊണ്ടുപോയി അകത്ത് ജിഷിനും മസ്താനിയൊക്കെ പറയാൻ തുടങ്ങിയത്. അങ്ങനെ അവര് പറയുന്നത്, അപ്പൊ തുടക്കം ഇത് വന്നത് വൈൽഡ് കാർഡ് എൻട്രി വന്ന് അനുമോള് കട്ടപ്പ എന്നുള്ള പേര് യൂസ് ചെയ്തപ്പോഴല്ല, പകരം ഓൺലൈനിൽ ശൈത്യയ്ക്ക് അങ്ങനെ ഒരു പേര് വന്നതിന് ശേഷം വൈൽഡ് കാർഡ് എൻട്രീസ് ഈ പറയുന്ന സെയിം സംഭവം പോയി അകത്ത് പറയുന്നു. അത് അനുമോൾ വിളിച്ച് അത് കേട്ടതിന് ശേഷം ശൈത്യയെ വിളിക്കുന്നു. പക്ഷെ ശൈത്യ പറയുന്നത് ഈ ഒരു ചെറിയ 2 കേസ്, ഒന്ന് ആ ഒരു മൊണ്ണ എന്ന് വിളിച്ച കാര്യത്തിൽ താൻ അത് കൂടെ നിന്നില്ല, 2 ആര്യന്റെ കേസ്, ഇതല്ലാതെ താൻ ശൈത്യ അനുമോളെ അങ്ങനെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടേയില്ല, കുറ്റം പറഞ്ഞിട്ടേയില്ല എന്നാണ് ശൈത്യ പറയുന്നത്. പക്ഷെ ഇത് രണ്ടും വെച്ച് PR ആയിട്ടുള്ള വിനുവിന്റെ പേര് പറയുന്നില്ല, പകരം അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഞാനിനി വീണ്ടും അതവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനാണ് അങ്ങനെ ചെയ്തത്, അവൻ അങ്ങനെ ചെയ്ത് അത് ഫേമസ് ആക്കി റീച്ച് ആക്കിയത് കൊണ്ട് എല്ലാവരും അത് ഏറ്റുപിടിച്ചു അതാണ് പുറത്ത് നടന്ന ശൈത്യ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ശൈത്യയുടെ പ്രശ്നം. മേ ബി അത് തന്നെയായിരിക്കാം സത്യം. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരിടത്ത് ഒരു വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ അത് കണ്ടിട്ടാണ് ബാക്കി എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആയി കമന്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ശൈത്യക്കെതിരെ അങ്ങനെ ഒരു കട്ടപ്പ പേര് ഈ പറയുന്ന അനുമോളുടെ PR ആയിട്ടുള്ള വിനു അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അത് റീച്ച് ആയി കാണും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന അനുമോൾക്ക് എന്ത് ബന്ധം? അനുമോളുടെ PR ഇത്തരത്തിലൊരു വീഡിയോ കട്ട് ചെയ്തിടാൻ പാകത്തിന് ഒരു 1 2 മതി. അത് ശൈത്യ ഇട്ടുകൊടുത്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് അതിനകത്ത് ശൈത്യയെ അത്ര ഇങ്ങനെ എന്താ പറയാ വെളുപ്പിക്കാൻ കഴിയില്ല. ഇനി അനുമോളുടെ കേസിൽ വരികയാണെങ്കിൽ അനുമോൾക്ക് ഇല്ലേ വൈൽഡ് കാർഡ് എൻട്രീസ് കിട്ടിയപ്പോൾ കിട്ടിയൊരു സ്വർഗമുണ്ട്. അത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ജിഷിനും മസ്താനിയും ഭയങ്കര ഒരു സെറ്റായിരുന്നു. അനുമോൾക്ക് പറ്റിയ 2 പേരായിരുന്നു. ജിഷിനെ പുറത്തുനിന്നേ അനുമോൾക്ക് അറിയാമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഈ പറയുന്ന ശൈത്യയുമായിട്ടുള്ള ഒരു വഴക്കൊക്കെ അങ്ങോട്ട് വന്ന് അങ്ങനെ ശൈത്യ ഔട്ടാവുന്ന ഒരു സീനിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇനി ആതിരയുടെ കാര്യം സംസാര വിഷയമായിട്ടില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇപ്പം വേറൊരു ടാസ്കിലേക്ക് പോയിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് ആ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. ലൈവിൽ അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. നമുക്ക് അത് കണ്ടിട്ട് ബാക്കി കഥകളൊക്കെ പറയാം. അപ്പോൾ നിങ്ങളും കാത്തിരിക്കുക എന്താണ് ഇനി മിഡ് വീക്ക് എവിക്ഷൻ എന്നുള്ളത്. സോ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.